ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. പാറമടയില്ലാകെ നിറഞ്ഞു വെള്ളം, അതിൽ മീനാകെ ചാടി കളിച്ചു മെല്ലെ. എൻ്റെ ചൂണ്ടയിൽ മീനാകെ കുരുങ്ങി മെല്ലെ. എൻ്റെ ചൂണ്ടയിൽ മീനാകെ കുരുങ്ങി മെല്ലെ. പിടിച്ചിങ് വലിച്ചിങ് എടുക്കാൻ എന്ത് മീന് എന്തെന്റെ പാട്ടിനെന്ത് കുഴപ്പം? പാറമടയിൽ ഉളുപ്പുണ്ടോടോ ചൂണ്ടാൻ? ചൂണ്ടാനാ ഉളുപ്പുണ്ടോന്ന് എനിക്ക് അനാവശ്യം പറഞ്ഞല്ലോ. ഞാൻ എന്റെ സ്വന്തം കഴിവ് പുറത്തെടുത്ത് എഴുതിയ പാട്ടാണ്. സ്വന്തം കഴിവ് പുറത്തെടുത്തല്ലത്. എവിടെയോ വല്ലാത്തൊരു കേട്ടുപരിചയം പോയ തോന്നുന്നു എനിക്ക്. എനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? എനിക്കൊരു മനസ്സിലായി. അല്ലിയാമ്പൽ കടവിൽ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നീ കേട്ടിട്ടുണ്ടോ? എടോ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോടോ പാട്ട് ചൂണ്ടാൻ? എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ചൂണ്ടിട്ടോണ്ടിരുന്നപ്പോഴേ ഏതോ ചൂണ്ടിയ പാട്ടാണ് പറഞ്ഞത്. ചൂണ്ട പാട്ടൊന്നുമല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പാട്ട് ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് അറിയാതെ വേറെ പാട്ടിന്റെ ട്യൂണിലോട്ടൊക്കെ പോവല്ലോ. ഇത് അതേപോലെ പോയതാ. പക്ഷെ ഇത് ആ ട്യൂണിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ പാട്ടുകളുണ്ടല്ലോ. പോടാ അങ്ങനെ വരെ കറക്റ്റ് ആയിരുന്നു. എന്നാലും ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടാണ്. പിന്നെ ഉളുപ്പ്. ഇവിടെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വരെ പാട്ടുകൾ അടിച്ചു മാറ്റുന്നു. പിന്നെയാണോ? അല്ല ചേച്ചി, ചേച്ചി നേരത്തെ പാടിയപ്പോഴത്തേക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നല്ല അടിപൊളി വരിയും അടിപൊളി മ്യൂസിക് ഒക്കെ ആയിരുന്നല്ലോ. എന്തോ ഇങ്ങനെ ആയി പോയത്? അതാണ് എനിക്കും മനസ്സിലാവാത്ത. പക്ഷെ അത് എനിക്ക് മനസ്സിലായി. ആ ഒരു കോൺഫിഡൻസ് ഉമ്മ കുളിപ്പിച്ച് അവസാനം കൊച്ചിനില്ലാണ്ടാക്കി ആയിരിക്കുമെന്നല്ല. ഇപ്പൊ എന്തായാലും എല്ലാവരുടെയും ബോറടി മാറിയല്ലോ അല്ലേ? അതേപോലെ തന്നെ എഴുതിയ പാട്ട് മൊത്തം പൊളിയുകയും ചെയ്തു. അപ്പൊ പിരിച്ചു വിട്ടേക്കണം എല്ലാണ്ടോ ഓടും എങ്ങോട്ടേലും. അങ്ങനെ പിരിച്ചുവിടാൻ വരട്ടെ. എന്താടി അത് എന്തായാലും നീയും ചേച്ചി എഴുതി. പിന്നെ ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? ഞാനും എഴുതി 4 വരി. ദൈവമേ, നീ അതും സഹിക്കുന്നവരോ? വേണ്ടെങ്കിൽ നീ പോടാ. അതെ, ഞാൻ ആ വരി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാ നല്ലൊരു മ്യൂസിക് ഇട്ടിട്ട് കമ്പോസ് ചെയ്ത് തരും. മറ്റേ അല്ലിയാമ്പലേ പോടാ. നേരത്തെ ഇട്ട പോലത്തെ കോപ്പിയായിട്ട് സാധനങ്ങൾ കൊണ്ട് വരരുത് കേട്ടോ. ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ ചൂണ്ടിടാൻ പോയപ്പെട്ട പോലത്തെ സാധനം അത് വേണം. സങ്കടം, വിഷമം, കാത്തിരിപ്പിന്റെ അങ്ങനത്തെ സാധനങ്ങൾ ആ ഒരു മൂഡ് പിടിച്ചാൽ മതി. ഓക്കെ. ദൈവം നശിപ്പിക്കില്ലേ? ആ കൊച്ചു വലിയ കാര്യത്തിൽ എടുത്തോണ്ട് പറഞ്ഞുണ്ട്. അത് വരി നോക്കട്ടാ, എന്നിട്ടല്ലേ ട്യൂണിന്റെ കാര്യം. ഇടു നീ എഴുതിയതാണോ? ട്യൂൺ ചെയ്യാൻ പറഞ്ഞ ട്യൂൺ ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ അറിയണം. ശ്രമിക്കാം. എവിടെ പോണു? കൊച്ചി നോക്കിയോ? മഴ പെയ്യുമ്പോൾ കുടയുടെ കീഴിൽ നീയുണ്ടായിരുന്നെങ്കിൽ, നിലാവൊഴുകുമ്പോൾ നദിയുടെ കരയിൽ നീയുണ്ടായിരുന്നെങ്കിൽ, മഴ പെയ്യുമ്പോൾ കുടയുടെ കീഴിൽ നീയുണ്ടായിരുന്നെങ്കിൽ, നിലാവൊഴുകുമ്പോൾ നദിയുടെ കരയിൽ നീയുണ്ടായിരുന്നെങ്കിൽ. സൂപ്പർ ലച്ചു, സൂപ്പർ, അസാധ്യം. പാട്ടൊക്കെ പൊളിച്ചേ. ആരെഴുതിയെന്ന് പറഞ്ഞേ? അവള് എഴുതിയെന്നല്ലേ പറഞ്ഞത്. സത്യം പറ കൊച്ചേ, നീ എഴുതിയതാണോ? മക്കളുള്ളത് പറയടാ. ഇതാരെഴുതിയത്? ഞാൻ എഴുതിയത്. അതെ, എന്റെ ഉള്ളിലും കലാവാസനൊക്കെ ഉണ്ട് കേട്ടോ. നിന്റെ ഉള്ളിൽ തേങ്ങയുണ്ട്. അതെ, ഞങ്ങൾക്കറിയാത്ത ഏത് കഴിവാണ് നിന്റെ കയ്യിലുള്ളത്? പറയടി, ആരെഴുതിയത്? ഓക്കെയല്ലേ? അത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടേ, സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പം അവൾ ഈ കവിതയൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണ്. ഞാൻ ചുമ്മാ ചോദിച്ചൊരു 4 വരി എഴുതി തരാമോ എന്ന്.
അവൾ എഴുതി തന്നു, ഞാൻ നൈസായിട്ട് ക്രെഡിറ്റ് എടുക്കാന്ന് വെച്ചതാണ്. ഒത്തില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.